സമയത്ത് തന്നെ തുടങ്ങാനായി ആരംഭിക്കുകയാണ്. നീഡ് ടു ബി ഇൻ പ്രേയേഴ്സ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിച്ച് ജാഗ്രതയോടെ ഇരിക്കണം. ഒറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തി കാണിക്കണം, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തണം. ഇന്ന് വന്നിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐ ഗ്രീറ്റ് യു ഓൾ in the matchless name of our Lord and Savior Jesus Christ, and warm greetings from this church, and I wish you and I pray that God will richly bless you. Opening prayer ആയിട്ട് CSIലെ ദീപു AB ജോൺ അച്ഛനെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുക. തലകളെ വണക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തുതികൾക്ക് യോഗ്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്നെ സ്തുതിപ്പാനും നിന്നെ ആരാധിപ്പാനും ബലഹീനരായ ഞങ്ങൾക്ക് തരുന്ന ജീവിതത്തിലെ വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അയോഗ്യതകളെയും ഞങ്ങളുടെ ബലഹീനതകളെയും ഒക്കെ മറന്ന് കർത്താവേ, സ്വർഗീയ ദൂതന്മാർ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന നിന്റെ നാമമെടുപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഈ രാത്രി കർത്താവെ, നീ ജയം കൊള്ളണം. കർത്താവ്, ഈ രാത്രിയിൽ ഞങ്ങളുടെ പാട്ടുകളും ഇവിടെ കൂടി വരുമൊക്കെ അങ്ങയുടെ നാമമഹത്വത്തിന് ഇടയാക്കണമേ. അതിനായിട്ട് കർത്താവെ, ഇതിന് നേതൃത്വം നൽകുന്നവരൊക്കെ നീ അനുഗ്രഹിച്ചാട്ടെ. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഒക്കെ മധ്യേ നീ ഉണ്ട് എന്ന് ഉറപ്പ് തന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങളുടെ മധ്യേ നീ ഉണ്ടെന്ന് അറിയുന്നു. നിന്നെ കൂടുതൽ അറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെയൊക്കെ സഹായിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നീ ബലപ്പെടുത്തണം. ഈ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവര്, ഉപകരണങ്ങൾ വായിക്കുന്നവരെ, ഇതിന്റെ സംഘാടകര്, എല്ലാവരെയും ദൈവമേ നിന്റെ കൃപയാൽ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു അച്ഛാ. 10ാം മാസത്തിന്റെ 10ാം ദിവസം വരെ നമ്മളെ കർത്താവ് ആരോഗ്യത്തോടെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ കൈ ഉയർത്തി ഒരു പ്രൈസ് ലോർഡ് പറയാം. ആഹാ, ഒന്നുകൂടെ താങ്ക് യു. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആഴമോ ഒന്നുമല്ല. എണ്ണി 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 സ്തുതിക്കുവാനേ ഉള്ളൂ. നമുക്ക് ഇന്ന് വൈകിട്ട് നമുക്ക് ഈ ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. എണ്ണി എണ്ണി സ്തുതിച്ചിതാ. ഈ പാട്ട് പാടുന്നത് നമ്മുടെ BD രാജു ബ്രദറാണ്. രാജു ബ്രദർ കോട്ടയം സ്വദേശിയാണ്. 34 വർഷമായി ഈ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിനെ എണ്ണി എണ്ണി സ്തുതിച്ചിടുവാൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പാട്ടാക്കിയാൽ കാര്യങ്ങളെ അടിച്ച് പാട്ടുകാരനോട് ചേർന്ന്
നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാജു ബ്രദറിനെ അതിനായിട്ട് ക്ഷണിക്കുക. വിളിക്കപ്പെട്ടവരാണ്. ഇത് വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ. ശക്തമായ ഒരു കൂടി പറഞ്ഞേ ഹല്ലേലൂയ. ഞാന് നവീകരണ കാലഘട്ടത്തില് വളർന്നു വരുന്ന സമയത്താണ് JV പീറ്റർ എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ, അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു മ്യൂസിക് ബാൻഡ്. ഞാൻ ബോട്ടഫോണം എടത്തുകയാണ്, കുട്ടനാട് ഭാഗമായതുകൊണ്ട് അദ്ദേഹം എടത്തുവ ഭാഗത്ത് ഇതുപോലെ വചന സന്ദേശം കൊടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുകയാണ്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ. ആ ഗാനം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ ബലപ്പെടുത്തുകയും ഒപ്പം വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യാൻ ഇടയായി. പ്രിയപ്പെട്ട JV പീറ്റർ സാറിനെ, ബ്രദറിനെ ഞാൻ ഇപ്പോഴും നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിന്റെ വരികള്, അദ്ദേഹത്തിന്റെ ട്യൂണ് എത്ര മനോഹരമായി കർത്താവിന്റെ ദാസൻ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി അനേകായിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിച്ച ഗാനമാണ്. ആ ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. ഞാനൊന്ന് പാടിത്തരികയുള്ളൂ, നിങ്ങളെല്ലാവരും നമുക്കൊന്ന് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ആർ യു റെഡി? യെസ് ഓർ നോ? ഹല്ലേലൂയ. പാടാം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾക്കായി നമുക്കൊന്ന് ചേർന്ന് പാടാം. നമുക്കൊരു ചേർന്ന് പാടാമോ? സ്തുതി എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ. കർത്താവേ, എന്നെ തകർക്കാൻ നോക്കിയവരുടെ മധ്യേ, എന്നെ നശിപ്പിക്കുവാൻ നോക്കിയവരുടെ മധ്യേ കൺമണി പോലെ കാത്ത് രക്ഷിച്ച ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങൾ നീ ആരാധിക്കുന്നു, നന്ദി പറയുന്നപ്പാ. ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ. പാടിയേ. കൺമണി പോ
കരങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ എന്നെ എണ്ണമില്ലാത്ത കൃപകളിലോണം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ജീവിതത്തിന്റെ ഭാരങ്ങൾ നമ്മെ തകർക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ ശ്രമിക്കുമ്പോഴും കലങ്ങാതെ പതറാതെ എന്നെ കരം പിടിച്ചു നടത്തുന്ന ദൈവമേ, ഓ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. നമുക്കൊന്നു ചേർന്ന് അങ്ങയുടെ ഹൃദയത്തിനെ ഉയർത്താം. യോർദാൻ കലങ്ങി മാറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മാറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെതിരെ എന്റെ വിശ്വാസം ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെതിരെ എന്റെ വിശ്വാസം ശോധനയിൽ. ചേർന്ന് പാടുന്നു. എന്നെ നാമമേ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി അവൻ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ അവൻ പാലായനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കൾ നമ്മളെ തകർക്കാൻ നോക്കുന്നവരും ഏതുവഴി വന്നാലും എന്റെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരെ പരാജയപ്പെടുത്തി വിജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ ഗാനം നമ്മെ നയിക്കട്ടെ. ആകെ വിശ്വാസത്തോട് ചേർന്ന് പാടാം. എനിക്കെതിരായി വരും ആയുധം ഫലിക്കുകയില്ല, എനിക്കെതിരായി വരും ആയുധം ഫലിക്കുകയില്ല. എന്റെ ഉടയവൻ എന്നവകാശം, എന്റെ വിശ്വാസം നീതിയവൻ, എന്റെ ഉടയവൻ എന്നവകാശം, എന്റെ വിശ്വാസം നീതിയവൻ. എന്നെ സ്തുതി പാടിക്കേ, എണ്ണമില്ല ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ. നമുക്കൊന്ന് കരമടിച്ചു പാടിയാലോ? എണ്ണി 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 സ്തുതി. എല്ലാവരും എണ്ണമില്ലാത്ത കൃപകളിലാ തൻഭുജത്താ എന്നെ താങ്ങിയ
ഭുജത്താ എന്നെ താങ്ങിയ നാമേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടിക്കേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെയും നിങ്ങളെയും താങ്ങുന്ന നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ മനസ്സ് തകർന്ന് ആരെയും ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഒന്ന്, എന്റെ ദൈവത്താൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയുമില്ല. രണ്ട്, എന്റെ ദൈവത്താൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും ഇല്ല. മൂന്ന്, എന്റെ ദൈവത്താൽ നിവർത്തിക്കാൻ പറ്റാത്ത ഒരു വാക്തത്വവും ഇല്ല. നാല്, എന്റെ ദൈവത്താൽ രക്ഷിപ്പാൻ വയ്യാത്ത ഒരു വ്യക്തിയുമില്ല. ഒരു പ്രൈസ് ദി ലോർഡ് പറയാം. ഒന്നുകൂടെ ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. ഇന്നാരും മനസ്സ് തകർന്നു പോകരുത്. There'll be something in your mind sticking up. It is impossible. Tonight, there is no word impossible in the dictionary of God. ഇന്ന് രാത്രിയിൽ ഒരു ദൈവത്തിന്റെ സ്പർശനം കൊണ്ടേ പോകാവൂ, ദൈവത്തിന്റെ സൗഖ്യം കൊണ്ടേ പോകാവൂ. സഹോദര, മനസ്സ് തകർന്ന് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് വന്നിരിക്കുകയായിരിക്കും. എന്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. അടുത്ത പാട്ട് നമ്മുടെ സഹോദരൻ ലൈജു എബ്രഹാം നമ്മളെ നയിക്കും. കോതമംഗലം സ്വദേശി, ഈ മണ്ണിൽ വന്നിട്ട് 10 വർഷമായി. He's a nurse. He works in Richmond State School. 3 കുഞ്ഞുങ്ങളുണ്ട്. വൈഫ് നേഴ്സാണ്. She works in Methodist Sugarland. പാട്ട് നയിക്കുവാനായി ഞാൻ ലൈജുവിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
ആകാശവീഥികളും സ്വർഗാദി സ്വർഗങ്ങളും ആകാശവീഥികളും സ്വർഗാദി സ്വർഗങ്ങളും ഭൂമിയിൽ കാണുന്നതല്ല കർത്താവേ നിന്നെ വാഴ്ത്തും എന്നിൽ അടങ്ങാത്ത ഞാൻ എന്നെന്നും പാടിയിടുമേ എന്നിൽ അടങ്ങാത്ത ഞാൻ എന്നെന്നും പാടിയിടുമേ. വസിക്കുന്നതെല്ലാം തുള്ളും കാറ്റും മഞ്ഞൾ തുള്ളിയും വസിക്കുന്നതെല്ലാം തുള്ളും കാറ്റും മഞ്ഞൾ തുള്ളിയും നാട്ടിൽ വസിക്കുന്നതെല്ലാം പരരെ നിന്നെ വാഴ്ത്തുമേ എന്നിൽ അടങ്ങാത്ത ഞാൻ എന്നും പാടിയിടുമേ എന്നിൽ അടങ്ങാത്ത ഞാൻ എന്നും പാടിയിടുമേ. ഇന്നാൾ വരെയും എൻ യാത്രയെ നീ ചെയ്ത നന്മയ്ക്കായി ഇന്നാൾ വരെയും എൻ യാത്രയെ നീ ചെയ്ത നന്മയ്ക്കായി എന്നിൽ അടങ്ങാത്ത ഞാനെന്നും പാടിയിടുമേ എന്നിൽ അടങ്ങാത്ത ഞാനെന്നും പാടിയിടുമേ. പലപ്പോഴും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ആരാന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് ഞാൻ വരിക. നിങ്ങളുടെ ലെഫ്റ്റിലോ റൈറ്റിലോ, ഒന്നേ ഭാര്യയായിരിക്കും, അല്ലെ പെങ്ങളായിരിക്കും, ബാക്കിലോ അടുത്തിരിക്കുന്ന ആളിനൊന്ന് ഷെയ്ക്കൻ കൊടുക്കാവും. ചുറ്റും ഇരിക്കുന്ന ആൾക്ക് ഒരു കൈ കൊടുക്കേ. ഭാര്യയും ഭർത്താവ് മാത്രം പോരാ, പുറകോട്ട് ഇരിക്കുന്ന ആളുടെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ വേഗം 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 പെട്ടെന്ന് ചെയ്താട്ടെ, പെട്ടെന്ന് ചെയ്താട്ടെ, പെട്ടെന്ന് 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 ആ കൈ കൊടുക്കാവുന്ന ഷെയ്ക്കാൻ കൊടുത്താട്ടെ. അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലെന്നേ, നമ്മുടെ ആൾക്കാരല്ലേ ഇരിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ദാറ്റ് വാസ് എ ബ്ലെസ്ഡ് ടൈം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? The presence of a problem, ശ്രദ്ധിച്ചാണ്, the presence of a problem doesn't mean the absence of God. ഒന്നുകൂടെ പറയാം. The presence of a problem
doesn't mean the absence of God. 2 ദിനവൃത്താന്തം 14 അധ്യായം 11 വാക്യം നാം വായിക്കുമ്പോൾ ആസ തന്റെ ദൈവമായ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. അവിടെ കൊണ്ട് പ്രാർത്ഥിച്ച് തീർന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ആസ ചെയ്തത് എന്തുവാണെന്നറിയാമോ? നേരെ കാല് മുൻപോട്ട് വെച്ചു. അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് താങ്ങും കരങ്ങളാണ്. പാടാൻ പോകുന്നത് മേഴ്സി തോമസ് ആണ്. നമ്മുടെ CSI സഭയിലെ ഒരംഗമാണ്. She is originally from മാവേലിക്കര. ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ കാലഘട്ടങ്ങളിൽ പാടിയിട്ടുണ്ട്. She has also sung praise and worship events with late evangelist J.B. Peter, Nirmala Peter, and even with Holy Beats. മേഴ്സി പറഞ്ഞു ഒത്തിരി ഒന്നും പറയണ്ട, എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ബാക്കി അനുഗ്രഹിക്കപ്പെട്ട ശബ്ദത്തിനായി നമുക്ക് കാലത്തെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ങും കരങ്ങൾ. താങ്ക് യു. Praise the Lord. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത് പാസ്റ്റർ രാജു പറഞ്ഞതുപോലെ തന്നെ വളരെ അനുഗ്രഹീത ഗായകരായ എവാഞ്ചലിസ്റ്റ് ലേറ്റ് JB പീറ്റർ ആൻഡ് സിസ്റ്റർ നിർമ്മല പീറ്റർ, അവരുടെ കൂടെയൊക്കെ ഒരുപാട് വേദി പങ്കിടാൻ ദൈവം സഹായിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ.
കേട്ടോ, നീ വായിച്ചോ. ആ പാടിയോട്ട് നിങ്ങൾ പാടില്ല. ആരെ പാടി? ആന്റെ പാടാതെ കുഴപ്പമില്ലല്ലോ. ആന്റെ പാടാം. നിങ്ങൾക്കറിയാവുന്ന പാട്ടല്ലേ? യെസ്. അതിന്റെ വരികളൊക്കെ ഭയങ്കര ഫീലിംഗിലായിരുന്നു നമുക്ക്.
ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തോ ചൊല്ലി നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിത്തോളിലേക്കുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിത്തോളിലേക്കുവാൻ ഓർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെൻ
ഏക ആശ്രയം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ചെറുമേലച്ഛൻ പാടി കഴിഞ്ഞു. അച്ഛനെ വളരെ സരസമായി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിട്ടുള്ള വൈദികനാണ്. കത്തോലിക്ക സഭയുടെ ഒരു വലിയ ശക്തനായ ശുശ്രൂഷകനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയെ, ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് അച്ഛനെ നന്ദി പറഞ്ഞു വാർത്തിക്കും. താങ്ക് യു. ചിക്കു പാടിയ ഒരു ഗാനമാണ്. അദ്ദേഹം മരണമടഞ്ഞു പോയി. ചിക്കു വളരെ ശക്തമായി ആലപിക്കപ്പെട്ട, ദൈവത്തെ പാടി ആരാധിച്ച ഒരു കീർത്തന ഗാനമാണ്. ആ ഗാനം നമ്മളിപ്പോൾ ഇവിടെ ആലപിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പാടി ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുന്നതിനപ്പുറം മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ വന്ധ്യത ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. എപ്പോഴാണ്? ദൈവത്തെ ആരാധിക്കുമ്പോൾ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 24-ാം തിരുവചനം. നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ വന്ധ്യതയുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയ വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കൊന്ന് ചേർന്ന് പാടാം. പാടുകയും ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടാമോ? ഇരിക്കുന്നവരെല്ലാവരും പാടാമോ? നിങ്ങളൊന്ന് പരസ്പരം ഇരിക്കുന്നിടത്തിരുന്നതിന് കരം കൊടുത്ത്, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കരം ഉയർത്തി. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച് കരം ഉയർത്തി ആരാധിക്കട്ടെ. ഒന്ന് ചേർന്ന് സ്വരം ഉയർത്തി. ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല. സത്യ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടി ആരാധിച്ചേ. ആരാധന. ആമേൻ, ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി സ്വരം ഉയർത്തി ആരാധന.
യേശുവേ ഹല്ലേലൂയ. കരങ്ങൾ എടുക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. ഈ ഗാനം ചേർന്ന് പാടി ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. പാടി ആരാധിച്ചേ. ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ട ദൈവത്തിൽ ജനമേ, നമ്മുടെ ഹൃദയം ഉയർത്താം, ചിന്തകളെ ഉയർത്താം, നമ്മുടെ അറിവിനെ, ബുദ്ധിയെ, കഴിവുകളെ എല്ലാം ഉയർത്തി ആരാധിക്കട്ടെ. ഹോളി ഹോളി തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഹൃദയമാവുന്ന കണ്ണുകളെ നമുക്ക് തുറക്കാം. നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ദൈവം, നാം പാപിയായിരിക്കെ പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ ദൈവത്തിന്റെ മക്കളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്താം. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം.
ആവതില്ല ആർക്കുമേ നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു ആരാധന 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 വീശിയെന്ന് പാടാമോ ആരാധന വീശിയെന്ന് ആരാധിക്കാം ആരാധന ചേർന്ന് ആരാധിക്കാം ആരാധന ആമേൻ. സർവശക്തനായ ദൈവം ഈ ആരാധനയിൽ ഹൃദയമുയർത്തി ആരാധിച്ച എല്ലാ ജീവിതങ്ങളെയും കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ദുഃഖങ്ങളെയും വേദനകളെയും കണ്ണീരിനെയും ദൈവം തുടച്ചു നീക്കി സന്തോഷത്താൽ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരും പേടിക്കണ്ട, എല്ലാവർക്കും ഇരിക്കാം. ഒരു നിമിഷം ഞാൻ മൈക്ക് പാടുപീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ചുയർത്തേറ്റ യേശു ക്രിസ്തുവിന്റെ സമാധാനം തന്റെ പുത്രനയച്ച് ലോകത്തിലെ സർവ്വ മനുഷ്യ രക്ഷയ്ക്കായി നൽകിയ സ്വർഗസ്ഥനായ പിതാവിന്റെ വലിയ സ്നേഹം നമ്മെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. ഇന്ന് രാത്രികാലം ജയം തന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. Praise the Lord. Yes. ബൈബിളിലെ മാതാവിൻ്റെ, ദാവീദിൻ്റെ, സങ്കീർത്തകന്റെ ഒക്കെ വാക്കുകൾ സ്തുതിഗീതങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ഈ ഒന്നെന്ന്
നമ്മുടെ എല്ലാ ലിറ്ററേച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു വരിയുണ്ടല്ലോ, പാടുവാനല്ലെങ്കിൽ അതാണ് കാര്യം. ഈ പാടാത്ത വീണയും പാടും. അപ്പൊ ഈ പാടാനാണ് ഈ നാവ് തന്നിട്ടുള്ളത്. ഈ നാവ് കൊണ്ട് ഈ ലോകത്തിലുണ്ടല്ലോ അസുഖം വരാത്ത ശരീരത്തില് ഒരു അവയവം എനിക്ക് തോന്നുന്നത് നാവ. കിഡ്നിക്ക് അസുഖം വരും, ഹാർട്ടിന് വരും, കൈയും കാലും വരും, പക്ഷെ നാവിന് ഒരു അസുഖവും ഇല്ല. അതാ പ്രശ്നം. കാരണം ഇതിന് ഒരു അസുഖം വരില്ല. എന്തുമാത്രം ഇതിന് നാവിട്ടിട്ട് അടിച്ചാലും കേടുവരില്ല. അപ്പൊ കേടുവരാത്തൊരു സാധനം ദൈവം തന്നുള്ളത് എന്താണ്? നാവാണ്. അതെന്തിനാണ്? നീ എത്രമാത്രം നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവോ, നമ്മുടെ നാവിൽ ഒരു വാക്ക് വന്നാൽ അതപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. നമ്മുടെ വായിൽ എന്ത് വന്നാൽ അത് ഭക്ഷണമായിട്ട് വയറ്റിലിരിക്കുന്നത് പോലെ നമ്മുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സംഗീതം. സംഗീതത്തിൽ 2 സാധനം വേണ്ട അല്ലടാ. ഒന്ന് രാഗം, പിന്നെ താളം. രാഗവും താളവും ചേരുന്നതാണ് സംഗീതം. ഈ സംഗീതത്തിന്റെ രാഗം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുക അതിന് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തതയാണ്, വിശ്വാസമാണ്. പറഞ്ഞ പോലെയൊക്കെ രാഗം വരണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ്. പിന്നെ താളം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹ താളം നമ്മുടെ ഈ താളം തെറ്റിയാലാണ് ഈ ജീവിതമൊക്കെ അവതാളത്തിലാവുന്നത്. ഇവിടെ താളം തെറ്റിയാലും ആൾക്കാരൊക്കെ എന്നൊക്കെ നോക്കും. പാട്ടില് താളം തെറ്റിയാലും ധൈര്യമായിട്ട് പാടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂസലില്ലാണ്ട് പാടും. നമ്മളൊക്കെ താളം തെറ്റുമ്പോ ആകെ ഒരു പ്രയാസം, അവർക്കൊരു പ്രയാസമില്ല, ഭംഗിയായിട്ട് ഇങ്ങനെ പാടും. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ ആനന്ദം പകരുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വർഗം വരെ എത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഗീത പണ്ട് കാലത്തൊക്കെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങളായിരുന്നു. ദേവാലയത്തിലെ ചുമരുകളും ദേവാലയത്തിലെ അന്തരീക്ഷം മുഴുവനും ദൈവത്തെ, മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ നമ്മളെ യാത്രയിലൊക്കെ ഈ പാട്ട് പാടണം. നിങ്ങള് കാറിൽ പോകുമ്പോൾ പാട്ട് പാടണം. പാട്ടിൽ അവിടെ വെച്ചാൽ പോലെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പാടണം. പിന്നെ വീട്ടിലാണെങ്കിലും ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാം, അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം ഒരു സംഗീതമാകണം, ദൈവത്തിനുള്ള ഒരു സ്തുതിഗീതമായിട്ട് മാറണം. വെറുതെ പറയാനല്ല അച്ഛൻ, നിങ്ങൾ പറയാം പാട്ടിൽ ഇത്തിരി താളം ഇതൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരു തെറ്റ് വരാണ്ടിരുന്നാൽ മതി. പാട്ട് തെറ്റി എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ പാട്ടങ്ങട് പാടിയതങ്ങട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടൊരു കുറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പാട്ട് തെറ്റിയതിന്റെ പേരിൽ വിഷമിക്കണ്ട. വലിയൊരു പാട്ടുകാരൻ അതിമനോഹരമായി പാട്ട് പാടി സ്റ്റേജിൽ നിന്നിട്ട് അപ്പൊ എല്ലാവരും കൈയടിച്ചു, എല്ലാവരും ഒന്ന് നോട്ടുമാലകളൊക്കെ കഴുത്തിലിട്ട് കൊടുത്തു. പക്ഷെ അയാളുടെ മുഖത്ത് പ്രസാദമില്ല. അപ്പൊ ഇതെന്താ തനിക്ക് ഇത്ര നന്നായിട്ട് പാടിയിട്ട് എന്തൊരിത്ര സന്തോഷമില്ലാത്ത? ഇപ്പൊ നോക്കുമ്പോൾ ഇയാളെ പാട്ട് പഠിപ്പിച്ച ആൾ ഏറ്റവും പിന്നിലിരിപ്പുണ്ട്, അയാളുടെ മുഖത്ത് പ്രസാദമായിട്ടില്ല. കാരണം നിങ്ങളൊക്കെ കൈയടിച്ചു, അയാൾക്കറിയാകുമ്പോ പാടിയത് എന്താന്നുള്ളത്. നമ്മൾ പാടുമ്പോൾ ദൈവത്തിന്റെ മുഖത്ത് പ്രസാദം വരണം. മനുഷ്യരൊക്കെ നമുക്ക് വേണ്ടി കൈയടിച്ചാലും നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പക്കൽ എത്തിച്ചേരും. കുട്ടികളുടെ പാട്ടുകൾ കേട്ടിട്ടോ നിങ്ങൾ? ആരും തെറ്റുപറ്റി എന്ന് കുട്ടികൾ പാടുമ്പോൾ പറയില്ല. തെറ്റ് പറ്റുമ്പോ എല്ലാവരും ചിരിക്കും, സന്തോഷിക്കും. കുട്ടികളുടെ തെറ്റ് നമുക്ക് സന്തോഷമാണ്. പ്രായം ചെന്നൊരാൾ ഒന്നുകൂടെ പാടിയിട്ട് തെറ്റിയാലും നമ്മൾ അപ്പോഴും കൈയടിക്കും. അതിന്റെ ഇടയിലുള്ള പ്രായം മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ കുട്ടികളാവുക. കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നുണ്ട്. അത് ഈ പ്രായമായാലും ശിശുക്കളെ പോലെ ആകും നമ്മൾ. അപ്പൊ ദൈവത്തിനെ സ്തുതിയർപ്പിച്ച് ഞാനൊരു പാട്ടിന്റെ വേരുകളുടെ ഒന്നുമില്ലായ്മയിൽ ഒന്നുമില്ല, അത് കാരണം ഒന്നുമില്ലായ്മ എന്ന് പാടാൻ വിചാരിച്ചിട്ടാണ് ആ പാട്ടിന്റെ വേണ്ടി പാടി നോക്കടാ. ഒന്നുമില്ലായ്മയിൽ അല്ലെ ആ അടുക്കം വിട് പാടുന്നേ, എല്ലാരും കൂടി പാടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നു ചേരാൻ ഇത്രയും
സ്വാധീനമുള്ള ഒന്നില്ല. അത് സംഗീതമാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. കേട്ടോ, നീ വായിച്ചോ. ആ പാടിയോട്ട് നിങ്ങൾ പാടില്ല. ആരെ പാടി? ആന്നെ പാടാതെ കുഴപ്പമില്ലല്ലോ. ആന്നെ പാടാതെ നിങ്ങൾക്കറിയാവുന്ന പാട്ടല്ലേ? യെസ്. അതിന്റെ വരികളൊക്കെ ഭയങ്കര ഫീലിംഗ് ഉള്ളത് നമുക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. നല്ല ദൈവത്തോട് ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തോ ചൊല്ലി നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും.
ഉൾത്തടത്തിൻ ദുഃഖഭാരമല്ല നിത്തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമല്ല നിത്തോളിലേകുവാൻ ഓർത്തില്ല ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മനസ്സ് നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ഏക ആശ്രയം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടൂ. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. എന്റെ ഓർമ്മ ശരിയാണ്. അച്ഛൻ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് മിക്കവാറും ഇത് യൂട്യൂബിൽ